ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്നുള്ള കാര്യമാണ് പഠിച്ചത്. അപ്പം ഇന്ന് നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് ആക്ച്വലി നമ്മൾ ഗ്രാഫിക്കലി ഒരു അതായത് അനലിറ്റിക്കൽ മെത്തേഡിലൂടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല മോഷൻസും അല്ലെങ്കിൽ ആ മോഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തു അല്ലെ. അപ്പൊ അതാണ് പൊട്ടൻഷ്യൽ എനർജിയിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കർവ് വെച്ചിട്ട് നമ്മൾ അതില് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പൊട്ടൻഷ്യൽ വെൽ എന്താണ്, പിന്നെ ഒന്നും കൂടെ അതിന്റെ മോഷൻസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പൊട്ടൻഷ്യൽ എനർജി കർവ് ആണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത് അല്ലെ. അപ്പം ഈ എ സി എന്ന് പറയുന്നതൊക്കെ ആയിരുന്നു. എ സി എന്ന് പറയുന്നത് എന്ത് ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരുന്നു? സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് അല്ലെ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണ്. ഡി എന്ന് പറയുന്നത് ഇവിടെ ജി എന്ന് പറയുന്നതും ഒക്കെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ നോക്ക്, സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ആയ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. എ എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പൊ അവിടെ മിനിമം പൊട്ടൻഷ്യൽ എനർജി അല്ലേ U0 എന്ന് പറയുന്ന മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ് അറ്റ് എ എന്ന് പറയുന്നത് അല്ലെ. ദെൻ നിങ്ങള് ഈ പി ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പി ക്യൂ സി എന്ന് പറയുന്ന ഈ ഒരു ഡോട്ടർ ലൈനിലൊക്കെ സെയിം പൊട്ടൻഷ്യൽ ആണ്. യു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത് എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ കേസുകളൊക്കെ നമ്മൾ എന്ത് ഫോഴ്സിലാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇനി പൊട്ടൻഷ്യൽ വെല്ല് പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട കാര്യം ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലെ. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണ് എന്നുള്ളതാണ് ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അപ്പൊ നിങ്ങൾ നോക്ക്, സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ എ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ദെൻ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി U0 ആണ്. ദെൻ വി അപ്ലൈ സം എനർജി. ഇ എന്ന് പറയുന്ന ഒരു എനർജി നമ്മൾ ഇതില് കൊടുത്തു, ഈ എയിലുള്ള പാർട്ടിക്കിളിന് കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കി, എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ U0 നിൽക്കുമല്ലോ അല്ലെ. ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് സപ്പോസ് അത് എവിടെ പോയി നിന്നു? പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നു. അപ്പൊ ഈ എനർജി കൊടുത്തപ്പോ യു പൊട്ടൻഷ്യൽ ആയി. അപ്പൊ U0 എന്നുള്ളത് യു പൊട്ടൻഷ്യൽ ആയിട്ട് അത് ഹയർ പൊസിഷനിലായിട്ടുള്ള പിയിൽ പോയി നിന്നു. ഇപ്പൊ നമ്മുടെ പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? പിയിലാണല്ലേ ഉള്ളത്. അപ്പൊ നിങ്ങൾ നോക്കി, ഈ പി എന്ന് പറയുന്ന പൊസിഷനിൽ എന്തായിരിക്കും ഈ ഒരു പാർട്ടിക്കിളിന്റെ കണ്ടീഷൻ? അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെ. യു എന്ന് പറയുന്ന ഈ ഒരു കേസിൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇതല്ലാതെ മാക്സിമംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ എനർജി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ പാർട്ടിക്കിൾ എവിടെ പോയി നിൽക്കും? ഈ എനർജി കൊടുത്തപ്പോ നമ്മൾ യു എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണല്ലേ പോയി നിന്നത്. നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് വ്യക്തമല്ലേ അത്. സോ ഈ പിയില് അറ്റ് പി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെങ്കിൽ മാക്സിമം ആണ്. ദെൻ കൈനറ്റിക് എനർജി, അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? അല്ല അല്ലെ. കൈനറ്റിക് എനർജി എന്താണ്? ഈക്വൽ ടു 0 ആണ് അല്ലെ, അല്ലെങ്കിൽ മിനിമം ആണ്, 0 ആണ്. അപ്പൊ അങ്ങനെ ഉള്ള ഈ പാർട്ടിക്കിളില് ദെൻ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു -du/dx അല്ലെ. അപ്പൊ ഈ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ പൊട്ടൻഷ്യൽ എനർജി യു ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു റീജിയനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നെഗറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ടുവേർഡ്സ് റൈറ്റ് പൊസിഷനിലല്ലേ, ടുവേർഡ്സ് ദിസ്. കാരണം ഇപ്പൊ നെഗറ്റീവ്, പിന്നെ ഇവിടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലെ. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, കാരണം ഡിഗ്രീസ് ചെയ്യാണ് വാല്യൂസ്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ du/dx നെഗറ്റീവ് ആണ്. അപ്പൊ ടോട്ടൽ എന്താവും? ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ടുവേർഡ്സ് പോസിറ്റീവ് ഡയറക്ഷൻ ആണ് അല്ലെ. പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് ഇതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇത് സ്റ്റേബിൾ അല്ല അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതെന്ത് ചെയ്യും? അതിന്റെ ടുവേർഡ്സ് റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ അല്ലെ. റൈറ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ പിന്നെയും താഴോട്ട് വരും അല്ലെ. താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പോകും. ദെൻ താഴോട്ട് വന്നു, ഈ ഒരു പോയിന്റ് ആയിട്ട് എയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ
കണ്ടീഷൻ എന്തായി? അറ്റ് എ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അവിടെ മിനിമം അല്ലേ? പൊട്ടൻഷ്യൽ എനർജി u0 അവിടെ എന്താണ്? മിനിമം ആണ് അല്ലേ? മിനിമം ആണ്. ദെൻ കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കില്ലേ? മാക്സിമം ആയിരിക്കും. കാരണം ഇതൊക്കെ നടക്കുന്നത് എന്താണ്? ഫോർ എ കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അപ്പൊ ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസില് ടോട്ടൽ എനർജി E ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ? വിച്ച് ഇസ് കോൺസ്റ്റന്റ്. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവാന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ലേ? അപ്പൊ കൈനറ്റിക് എനർജി മാക്സിമം. അപ്പൊ നോക്ക്, നിങ്ങൾ ഈ ഒരു പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ട് അല്ലെ? അങ്ങനെ കൈനറ്റിക് എനർജി ഉള്ള ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ നിൽക്കുമോ? ഇല്ല അല്ലെ? ഡ്യൂ ടു ദിസ് കൈനറ്റിക് എനർജി ദ പാർട്ടിക്കിൾ മൂവ് ടുവേർഡ്സ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന ഈ ഒരു റീജിയനിലേക്ക് ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യും ബൈ യൂസിങ് ദിസ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അത് ക്യൂവിലെത്തി അല്ലെ? ഇനി നിങ്ങൾ നോക്കൂ, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ എന്താ കേസ്? ക്യൂവില് ഇവിടെ ഈ എത്തുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ? യു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ അറ്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പിന്നെ മാക്സിമം ആയി അല്ലെ? ഈ ഒരു കേസിൽ മാക്സിമം ആയി. ദെൻ കൈനറ്റിക് എനർജിയോ എഗെയിൻ മിനിമം ആയില്ലേ? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടൻഷ്യൽ ഇത് മാക്സിമം ആവുന്നവരെ ഇത് മിനിമം ആവണ്ടേ? കാരണം എനർജി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ. സോ കൈനറ്റിക് എനർജി എന്താവും? മിനിമം ആവും. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ എഗെയിൻ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായില്ലേ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? ദാറ്റ് F is equal to minus du by dx ആണ് അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉള്ളതുകൊണ്ട് അവിടെ എന്ത് ആവുന്നുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇത് സ്ലോപ്പ് ആണ് അല്ലെ? ഡി യു ബൈ ഡി എക്സ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ഓർഡറിലാണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സോ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് ആയിരിക്കും. ദാറ്റ് ഇസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ അല്ലെ? ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? ഇതാണ് അല്ലെ? അപ്പൊ ഈ പാർട്ടിക്കിളിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നിൽക്കുവോ? ഇല്ല അല്ലെ? പാർട്ടിക്കിൾ എന്ത് ചെയ്യും? തിരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കി, ഈ പാർട്ടിക്കിൾ എഗെയിൻ ഈ പോയിന്റിൽ എയിൽ എത്തുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? പിന്നെയും എയിൽ എത്തുന്ന സമയത്ത് ഇതേ കണ്ടീഷൻ തന്നെയാണ് തുടരുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? അവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും അല്ലെ? കൈനറ്റിക് എനർജിയോ മാക്സിമം ആയിരിക്കും. അപ്പൊ ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് എഗെയിൻ എന്ത് ചെയ്യും? ഇത് പിയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കി, ഇതൊരു ടു ആൻഡ് ഫ്രോ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കല്ലേ? ഈ പാർട്ടിക്കിള് ഇങ്ങനെ പോയി തിരിച്ചു വന്നില്ലേ? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണല്ലേ ഇവിടെ പാർട്ടിക്കിളിനുള്ളത്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും അബൌട്ട് ഈ ഒരു, അതായത് ഈ ഒരു സ്റ്റേബിൾ, ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് അല്ലെ? ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷന് ടു ആൻഡ് ഫ്രോ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ റീജിയൻ, അതായത് പിക്കും ക്യൂവിനും ഇടയിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിനും ക്യൂ എന്ന് പറയുന്ന പോയിന്റിനും ഇടയിലുള്ള ഈ ഒരു റീജിയൻ ഇല്ലേ? ഈ ഒരു റീജിയനെ ബൗണ്ടഡ് റീജിയൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയും. അതായത് ഈ ഒരു റീജിയനെ, പിക്കും ക്യൂവിനും ഇടയിലുള്ള ഈ ഒരു റീജിയനെ ബൗണ്ടഡ് റീജിയൻ ഓർ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ദെൻ ഇനി നിങ്ങൾ നോക്ക്, ഇത് പൊട്ടൻഷ്യൽ വെൽ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് പൊട്ടൻഷ്യൽ എനർജി യു ഉള്ള സ്റ്റേറ്റ് ഉണ്ടാവും, u0 ഉള്ള സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു എനർജി ഡിഫറൻസ് ഇല്ലേ? u0 to u, ഈ ഒരു എനർജി ഡിഫറൻസ് ആക്ച്വലി 0. ഈ ഒരു എനർജി ഡിഫറൻസ് ആണ്. ഇത് തമ്മിലുള്ള ഈ ഒരു എനർജി ഡിഫറൻസ് ആണ് എന്ത്? അതിന്റെ പിന്നെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും ഇവിടെ ഒരു മിനിമം എനർജി ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു എനർജി, ആ ഒരു ഡിഫറൻസ് ആണ് എന്ത്? ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, ബൈൻഡിങ് എനർജി പിന്നെ അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി ബൈൻഡിങ് എനർജിയേക്കാൾ കുറവാണെങ്കിലാണ് ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടുക. സപ്പോസ് നമ്മൾ ഈ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കൊടുത്ത ഈ എന്ന് പറയുന്ന എനർജി ബൈൻഡിങ് എനർജിയേക്കാൾ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ഒരു കുറച്ചുകൂടെ കൂടുതൽ എനർജി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു റീജിയന് ഇത്
പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇത്തരത്തിലുള്ള മോഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. അപ്പം ഇഫ് ദ എനർജി ഗിവൻ ടു ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ ബൈൻഡിങ് എനർജി ഇറ്റ് എക്സിക്യൂട്ട് ഓസിലേറ്ററി മോഷൻ അബൌട്ട് ദ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഈ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യും, അത് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എപ്പം നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇതിന്റെ ബൈൻഡിങ് എനർജിയേക്കാൾ കുറവാണെങ്കിൽ. ഇതാണ് ഇതിന്റെ കണ്ടീഷന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, ടു ആൻഡ് ഫ്രോ മോഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി പിന്നെ അപ്പൊ പൊട്ടൻഷ്യൽ വെൽ എന്താന്ന് മനസ്സിലായില്ലേ? ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഈ പീക്കും ക്യൂബിനും ഇടയിലുള്ള ഈ ഒരു റീജിയനെയാണ് ബൗണ്ടഡ് റീജിയൻ. അതായത് പാർട്ടിക്കിൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഇതിന്റെ ഉള്ളിലൂടെ മാത്രമേ ഇങ്ങനെ കളിക്കുന്നുള്ളൂ അല്ലെ, പുറത്തേക്ക് പോകുന്നില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അഗെയിൻ എനർജി സപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷന് യു ഓഫ് എക്സിനെ നമ്മൾ ടൈലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അല്ലെ. ആദ്യത്തെ പൊട്ടൻഷ്യൽ എനർജി കർവിൽ നിന്ന് നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്താണ്, ഇത്തരത്തിലുള്ള ന്യൂട്രൽ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്താന്നൊക്കെ കണ്ടു അല്ലെ. ദെൻ സെക്കൻഡ് എഗെയിൻ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ വെൽ എന്താണ്, ബൈൻഡിങ് എനർജി എന്താണെന്ന് മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു എങ്ങനെയാണ് ഇത് ഇതിന്റെ മോഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായില്ലേ. എഗെയിൻ നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന് നമ്മൾ ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് ഇൻഫർമേഷനും കൂടെ നമുക്ക് ഈ ഒരു മോഷനെ പറ്റിയിട്ട് കിട്ടും. അപ്പൊ അത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ മോഷനാണോ, എഗെയിൻ അത് അല്ലെങ്കിൽ എന്ത് മോഷനാവും, ദാറ്റ് ഈസ് പിന്നെ അൺഹാർമോണിക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യു ഓഫ് എക്സിനെ നമുക്ക് ടൈലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നോക്കെ യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജനറലി ടൈലർ സീരീസിന് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാല് എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് ഡി യു ബൈ ഡി എക്സ് എക്സ് ഈക്വൽ ടു എക്സ് സീറോ ആണ് കേട്ടോ. എക്സ് മൈനസ് എക്സ് സീറോ പ്ലസ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഡി സ്ക്വയർ യു ബൈ ഡി ക്യൂബ് യു ബൈ ഡി എക്സ് ക്യൂബ് എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു എക്സ് സീറോ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ എക്സ് സീറോ, അപ്പൊ ഈ ഒരു ഇതാണ് ജനറൽ നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മുടെ യു ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ രൂപത്തിൽ ഈ ഫംഗ്ഷൻ ഈ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണ്, ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ജസ്റ്റ് ഇതാണ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത് എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. എക്സ് സീറോ ആണ്. എക്സ് സീറോ ഈക്വൽ ടു 0. അത് ഒറിജിൻ ആണ് നമ്മുടെ പാർട്ടിക്കിളിന്റെ ഒറിജിൻ ആണ് എക്സ് സീറോ ഈക്വൽ ടു എക്സ്. അപ്പൊ അതിന് ടു ആൻഡ് ഫ്രോ ആണ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പറയുന്നില്ലേ, അതിന് ടു ആൻഡ് ഫ്രോ ആണ് എന്ത് ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ യു ഓഫ് എക്സ് ആണ് അല്ലെ. യു ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സിനെ ഞാൻ ടൈലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. u0 പ്ലസ് du by dx at x equal to x0 x minus x0 plus d square u by dx square at x equal to x0 x minus x0 whole square divided by 2 factorial plus d square u by d cube u by dx cube at x equal to x0 x minus x0 whole cube divided by 3 factorial plus etc. ഇങ്ങനെ പോലെ. Then ഇനി നിങ്ങൾ നോക്ക്, at x0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ് 0 എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ x0 ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ, u of x equal to u0 അതുപോലെ തന്നെ എഴുതി പ്ലസ്
by dx x equal to x0. ഇവിടെ x minus x0 equal to 0 ആണ് അല്ലേ, equal to 0. അപ്പൊ ഇവിടെ ഇൻറ്റു എക്സ് ഉണ്ടാവുള്ളൂ അല്ലേ. പ്ലസ് d square u by dx square at x equal to x0. then ഇവിടെ നമുക്ക് x square by 2 factorial അല്ലേ, മറ്റേത് 0 ആവുന്ന സമയത്ത് x square by 2 factorial പ്ലസ് d cube u by dx cube at x equal to x0 x cube by 3 factorial plus etc. അങ്ങനെ പോകും. then നിങ്ങൾ നോക്ക്, നമ്മുടെ u0 എന്ന് പറഞ്ഞാൽ അത് മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. അപ്പൊ ആ u0 മിനിമം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം u0 equal to 0 ആണ്. u0 എന്ന് പറയുന്നത് 0 ആണ്, മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, u of x എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് u of x എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ x equal to x0 എന്ന് പറഞ്ഞാൽ 0 കൊടുക്കണം. അപ്പൊ ഇത് 0 പ്ലസ് then du by dx at x0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ് അല്ലെ, 0 into x plus d square u by dx square. കാരണം ഇവിടെ x equal to x0 എന്ന് ജനറൽ ആയിട്ട് കൊടുത്തതാണ്. ഇവിടെ x0 0 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് x0ക്ക് ആ വാല്യൂ കൊടുക്കണം. x square by 2 factorial at x0 equal to 0 plus d cube u by dx cube at x equal to x0 equal to 0 x cube by 3 factorial plus etc. ഇനി നിങ്ങൾ നോക്കൂ, ഇത് 0 എന്ന് പറഞ്ഞു അല്ലെ, മിനിമം 0ലാണ്, മിനിമം എനർജി 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. then du by dx at x0 equal to, അപ്പൊ x0 equal to 0 എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ മിനിമം ആണ് അല്ലെങ്കിൽ 0 ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എക്സ്ട്രീമേലുള്ള ഡെറിവേറ്റീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ ഹയർ വാല്യൂ ഏറ്റവും പീക്കിലുള്ളത് ഏറ്റവും ലോവസ്റ്റ് ആയത് മിനിമത്തിലും മാക്സിമത്തിലും ഡെറിവേറ്റീവ് 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് മിനിമം ആണെന്ന് പറഞ്ഞു, മിനിമത്തിൽ അപ്പൊ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ, 0 പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ d square u by dx square dx square x square by 2 factorial 0 equal to 0 plus d cube u by dx cube x cube by 3 factorial plus etc. ഇങ്ങനെയല്ലേ വരിക, 0. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഈ ഒരു, അതായത് നമ്മുടെ d square u by dx സ്ക്വയറിന് k എന്നും d cube u by dx ക്യൂബിന് k1 എന്നും അടുത്ത ടേം എന്തായിരിക്കും d raised to 4u by dx raised to 4 എന്ന് പറഞ്ഞാൽ k2 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, that is k x square by 2 factorial എന്ന് പറഞ്ഞാൽ എന്താ, 2 into 1 അല്ലേ, പ്ലസ് k1 x cube by 3 factorial എന്ന് പറഞ്ഞാൽ 3 into 2 അല്ലേ, 3 into 2 into 1 വരും അല്ലെ, പ്ലസ് എക്സെട്ര അങ്ങനെ പോവില്ലേ അല്ലെ. അപ്പൊ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് u of x ആണ് അല്ലെ. then ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ F കാണണം. F എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, F is equal to minus du by dx അല്ലെ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, du by dx ആണ്. that is 2 into, ഇവിടെ നോക്ക്, 2 into k into x by 2, 2 into ക്യാൻസൽ ചെയ്തു, kx വരും അല്ലെ, kx വരും അല്ലെ. ആദ്യത്തെ ടേം kx അല്ലേ വരിക, പ്ലസ് അടുത്തത് എന്താണ്, 3 into 3 ക്യാൻസൽ ചെയ്തു, k1 x square by 2 വരും അല്ലെ, ഹാഫ് k1 x square പ്ലസ് എക്സെട്ര ആണ്. ഇതിനൊക്കെ പ്ലസ് എക്സെട്ര ഉണ്ട് അല്ലെ, പ്ലസ് എക്സെട്ര ആണ്. ഇനി നമ്മള് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു എഫ് ഫോഴ്സിനുള്ള ഇക്വേഷൻ എക്സ്പ്രഷൻ കണ്ടല്ലോ, എഫ് ഇസ് ഈക്വൽ ടു kx പ്ലസ് ഹാഫ് k1 x സ്ക്വയർ പ്ലസ് എക്സെട്ര k2 x ക്യൂബ് ബൈ 3 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തില് നമ്മൾ അസ്യൂം ചെയ്യണ രണ്ട് കേസ് ആക്കിയിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ സപ്പോസ് k1 ഉം k2 k3 ഇങ്ങനത്തെ ഈ എക്സെട്ര ഈക്വൽ ടു 0 ആണെന്ന് കൺസിഡർ ചെയ്തു.
അത് 0 ആവുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു ഇതൊക്കെ 0 ആയിപ്പോയി, കെ എക്സ് അല്ലെ, എഫ് മൈനസ് ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലെ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എവിടെയെങ്കിലും പരിചയമുണ്ടോ? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. യെസ്, ദാറ്റ് ഈസ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എന്താണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് ഇത്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ, ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്, ഇത് കിട്ടി. ദെൻ അതിന്റെ എനർജി എന്താണ്? യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ, യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ. ദെൻ കെ എക്സ് സ്ക്വയർ അല്ലെ, ഹാഫ് കെ യു ഈക്വൽ ടു ഇതൊക്കെ 0 ആയിപ്പോയി, ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കേസിൽ ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പിന്നെ ഈ എക്സ്പ്രഷനിൽ തന്നെ നമ്മള് ഇനി അപ്പൊ ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ദെൻ അഗെയിൻ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ K1 K2 K3 ഒക്കെ 0 ആണ് അല്ലെ. ഇനി നമ്മള് പിന്നെ K1 K2 ഒന്നും 0 അല്ല, നോൺ 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഈ യുവും ഈ x0യും തമ്മില് യുവും എക്സും തമ്മില് നമ്മൾ ഗ്രാഫ് അതായത് പൊട്ടൻഷ്യൽ എനർജി കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു പാരബോള ആയിരിക്കും കിട്ടുക. പാരബോളയാണ് അതിന്റെ ഓസിലേഷൻ, ആ ഓസിലേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ K1 K2 K3 ഒക്കെ 0 എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആണെന്ന് കിട്ടും. ബാക്കിയൊക്കെ നോൺ 0 ആവുന്ന സമയത്ത് അതൊരു അൺഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലൂടെ കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ജനറൽ ഫോർമുല വെച്ചിട്ട് യു ഓഫ് എക്സിന് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇറ്റ് റെപ്രസെന്റ് ഹാർമോണിക് ഓസിലേറ്റർ. അതായത് ഇഫ് K1 K2 K3 എക്സെട്ര ആർ 0 then f is equal to minus kx ആണ് അല്ലെ, f is equal to minus kx and u equal to half kx square. It represent a harmonic oscillator. പിന്നെ ഈ k ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാട്ടോ പറയാ, k is called the force constant. Then if a graph is plotted between u and x, it will be a parabola. That is the potential well is a parabolic shape. Potential well എന്താണ്? ഒരു പാരബോളിക് ഷേപ്പ് അല്ലെ. പാരബോളിക് ഷേപ്പ് അല്ലെ പൊട്ടൻഷ്യൽ വെൽ, വേറെ ഏതെങ്കിലും ഷേപ്പ് ആണോ? അല്ല, പൊട്ടൻഷ്യൽ വെൽ എന്താണ്? ഒരു പാരബോളിക് ഷേപ്പ് ആണ്. ഇഫ് K1 K2 എക്സെട്ര ആർ നോട്ട് 0, നമ്മൾ കണ്ടു അല്ലെ, ഇത് നോട്ട് 0 അല്ലെങ്കിൽ എന്താണ്? ഹാർമോണിക് ഓസിലേറ്റർ ആയിരിക്കുന്നത്. That is if K1 K2 etc are not 0, the potential energy will not be parabolic, and in general the oscillations of the system will be unharmonic. അതൊരു അൺഹാർമോണിക് ഓസിലേറ്റർ ആണ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കർവ്, പൊട്ടൻഷ്യൽ എനർജി വെൽ ഇത് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യം എക്സ്പാൻഡ് ചെയ്യുന്ന മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.